എന്താണെന്നോ നിസ്കാരത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞത്, നമ്മൾ പള്ളികളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വിഷമിച്ചിട്ട് പള്ളിയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ടാവും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ നടന്ന് പള്ളിയിലേക്ക് വരും. അങ്ങനെയുള്ള പ്രായമായ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെയും വർഷങ്ങളായിട്ട് അവരുണ്ടാക്കിയ ആ ഒരു ലഹരിയാണ് അവരെ എത്ര പ്രായമായാലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും പള്ളിയിലേക്ക് ഇങ്ങനെ എത്തിക്കുക എന്നുള്ളത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല അവർ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയട്ടെ, പ്രായമായിട്ട് പള്ളിയിൽ പോവാം, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും കരുതാനേ പാടില്ല എൻ്റെ സുഹൃത്തുക്കളെ. ഇന്ന് തുടങ്ങാൻ പറ്റുമോ? നമ്മൾ ഇന്ന് തുടങ്ങണം. നമ്മൾ നാളെ മരണപ്പെട്ടാലോ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഇന്ന് നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെട്ടാലോ. ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒന്നാണ് മരണം. എൻ്റെ പ്രായമുള്ള ആൾക്കാർ എത്ര ആൾക്കാർ ഖബറിലുണ്ട്, എത്ര ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാതെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യവും ആഫിയത്തൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ. നിസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണെന്നോ നിസ്കാരത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞത്, എൻ്റെ ഉമ്മത്തി അസ്സലാ അസ്സലാ എന്നാണ്. അപ്പോൾ അത്രയും പവറാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങോട്ട് വിളിച്ചിട്ട് ഡയറക്റ്റ് ഏൽപ്പിച്ച കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരം എന്തു വന്നാലും നമ്മൾ ഒഴിവാക്കരുത് സുഹൃത്തുക്കളെ, ഖളാ ആക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.